അസ്സലാമു അലൈക്കും. ഉപ്പ മരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഉപ്പാൻ്റെ ഓർമ്മകളാണ് ഈ കാണുന്നത്. അതായത് കുറേ നാണയങ്ങൾ പല പല രാജ്യത്തുള്ളത്, നമ്മുടെ സ്വന്തം രാജ്യത്തുള്ളത്, ഇന്ത്യൻ്റെ 1950-ലൊക്കെയുള്ള നാണയങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഉപ്പ. അപ്പോൾ അതുമാത്രമൊന്നുമല്ല, ഉപ്പാക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ട്. അതേപോലെ പല ശീലങ്ങളും ഉണ്ട്. അതായത് കടങ്ങളൊക്കെ പണ്ട് കാലത്ത് അത് കറക്റ്റായിട്ട് എഴുതി വെക്കും. അതേപോലെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചല്ല, നമ്മുടെ മെസ്സേജ് ആണെങ്കിൽ ഫോണിലായിരിക്കും. അതായത് കത്തയക്കുക എന്ന് പറഞ്ഞ സംവിധാനമില്ലേ, പണ്ട് കാലത്ത് കത്തയക്കുന്നത്. അതേപോലെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ മക്കളെ എന്താ പറയുക, മരുമക്കളെ, അതേപോലെ പെങ്ങന്മാരെ, അങ്ങനെയുള്ള എല്ലാവരെയും ഹിസ്റ്ററികൾ ഉണ്ടാവില്ല, അതായത് ജനന തീയതികൾ, അങ്ങനെ എല്ലാം സൂക്ഷിച്ചു വെച്ച ഒരു നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള, ലൈഫിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാതെ നമുക്ക് കാണിച്ചു തന്നൊരു വ്യക്തിയായിരുന്നു ഉപ്പ. അതുമാത്രമല്ല, നിസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും അതേപോലെ ഖുർആനോത്തായാലും എല്ലാം നമുക്ക് കാണിച്ചു തരും. എനിക്ക് വേണേൽ ചെയ്യൂ, അങ്ങനെയായിരുന്നു ഉപ്പാൻ്റെ ആറ്റിറ്റ്യൂഡ്. അതായത് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലായി നമുക്ക് ചെയ്യാനുള്ള ത്വര ഉണ്ടാവും. അല്ലാണ്ട് നിന്നെ ഫോഴ്സ് ചെയ്ത് നീ ഇത് ചെയ്യ്, നീ അത് ചെയ്യ്, അതൊന്നും ഉപ്പ ആരെയും നിർബന്ധിക്കാറില്ല. പക്ഷെ പറയും, ഉപദേശമാണ്. അത് ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കും, അടിക്കേണ്ട സമയത്ത് അടിക്കും. അങ്ങനെയായിരുന്നു ഉപ്പ. അപ്പോൾ ഉപ്പ ഒരുപാട് നാണയങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഉപ്പ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും ഉപ്പാക്ക് ഒരുപാട് വിജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനയിലൂടെയാണ്. അതേ മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉള്ളപ്പോൾ തന്നെ ഒരു 19 പുസ്തകങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ വയ്യാതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തു പോയ സമയത്ത് എൻ്റെ തൊട്ടുവക്കിലുള്ള പള്ളിയിലും അതേപോലെ അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ദാറുൽ ഫത്തഹ് എന്ന് പറഞ്ഞു, അവിടേക്കും കൊടുക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് പുസ്തകങ്ങൾ, അതായത് ഓരോ ആളുകളുടെ ചരിത്രങ്ങൾ, അതേപോലെ ഡിക്ഷണറികൾ, ഇംഗ്ലീഷ് ഡിക്ഷണറിയൊക്കെ ഉണ്ടായിരുന്നു. 2000-ലുള്ള ഇംഗ്ലീഷ് ഡിക്ഷണറിയൊക്കെ ഇപ്പോഴും എൻ്റെ ഉപ്പൻ്റെ ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിലുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു കാര്യമാണ് ഈ നാണയങ്ങൾ. ഒരുപാട് രാജ്യങ്ങൾ, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, അതേപോലെ ഒരുപാട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. എന്താ പറയുക, ഉപ്പാൻ്റെ ശേഖരമാണ്. പിന്നെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ആർക്കൊക്കെയോ കൊടുത്തു. പിന്നെ ഈ 10 പൈസയൊക്കെ അറിയില്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയ 10 പൈസ, അതിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു. അതേപോലെ ഒരുപാടുണ്ടായിരുന്നു. ആർക്കൊക്കെയോ കൊടുത്തു, അങ്ങനെ തീർത്തു. ബാക്കിയുള്ളതാണ്, കണ്ടു നോക്ക്. സുൽത്താൻ ഉസ്മാൻ തിരിഞ്ഞിട്ടേതാ, ഇത് ഉപ്പാൻ്റെയാണ്, അതുകൊണ്ട് ഉപ്പാക്ക് അറിയും ഇതേതാണ്. വായിച്ച് ചെക്ക് നിർത്തിയിരിക്കും. 25 ശേഷം 1973. പിന്നെ ഇതാ കാണുന്നില്ലേ, ഇത് എമിറേറ്റ്സ് ആയിരിക്കാം. അതെ, സയ്യിദ്, അതെ എമിറേറ്റ്സ് ആയിരിക്കും. ഇതും എമിറേറ്റ്സ്, ഇതും എമിറേറ്റ്സ്, ഇതും എമിറേറ്റ്സ്, നമ്മളെ ഇന്ത്യൻ.